നമ്മൾ നോക്കുന്നത് 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ആക്ടിവിറ്റി ബുക്ക് സെക്കൻഡ് പാർട്ട് 4th യൂണിറ്റ് ദ ടീം റെയിൻ എന്ന യൂണിറ്റാണ്. അതിൽ ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഹു ആർ ദേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് താഴെ ബോക്സിൽ എഴുതിയാൽ വേണ്ടത്. നെയിം ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കാറിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേരെഴുതിയാണ് വേണ്ടത്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മങ്കി ഉണ്ട്, ഫോക്സ്, മൗസ്, റൂസ്റ്റർ, ബിയർ, ജിറാഫ്. ഇത്രയും ആൾക്കാരാണ് ആ കാറിലുള്ളത്. അപ്പോൾ പേര് ഇവിടെ എഴുതുക. ആക്ടിവിറ്റി 2 എന്താ പറയുന്നത്? വാട്ട് ഡു ദേ സേ. കോൺവെർസേഷനാണ്. അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് വി ആർ ഗോയിങ് ഫോർ എ റൈഡ് എന്നാണ്. അപ്പോൾ പാരോട്ട് എന്താ ചോദിച്ചിട്ടുണ്ടാവുക എന്നതാണ് എഴുതേണ്ടത്. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? വേർ ആർ യു ഗോയിങ്. നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വേർ ആർ യു ഗോയിങ്. ആക്ടിവിറ്റി 3 എന്താ പറയുന്നത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അതൊരു കോൺവെർസേഷനാണ്. പാരോട്ട് ചോദിക്കുന്നത് ക്യാൻ വി കം വിത്ത് യു. ക്യാൻ വി കം വിത്ത് യു. ഞങ്ങളും ഒന്നിച്ച് വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരെന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഓ ഷുവർ കമിൻ. ഓ ഷുവർ കം ഇൻസൈഡ്. അങ്ങനെ പറയാം. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 4 എന്താ? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. കോൺവെർസേഷൻ തന്നെയാണ്. എന്താ ചോദിച്ചിട്ടുണ്ടാവുക? ആൻസർ എന്തായിരുന്നു? യെസ് ഗെറ്റ് ഇൻ പ്ലീസ്. യെസ് ഗെറ്റ് ഇൻ പ്ലീസ് എന്നാണ് ആൻസർ. അതായത് വന്നോളൂ എന്നാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ വി കം വിത്ത് യു. ക്യാൻ വി കം വിത്ത് യു. അതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ? ആക്ടിവിറ്റി 5 ദ ക്യാറ്റ് ഓൾസോ ഗോട്ട് ഇൻ ടു ദ കാർ. വേർ ഈസ് ദ ക്യാറ്റ്? ഡ്രോ ദ ക്യാറ്റ്. ക്യാറ്റും എന്തായി? കാറിൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ എവിടെയാണ് ക്യാറ്റ് ഉണ്ടാവുക? ഡ്രോ ദ ക്യാറ്റ്. ഈ പിക്ചറിൽ ക്യാറ്റിനെ വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൻ്റെ അകത്ത് എവിടെയെങ്കിലും നമുക്കൊരു ക്യാറ്റിനെ വരച്ചു കൊടുക്കാം. ഓക്കെ. ആക്ടിവിറ്റി 6. 6ൽ എന്താ പറയുന്നത്? ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. നിങ്ങളുടെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക, എന്നിട്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇവിടെ താഴെയായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട്, അത് ടീച്ചർ വായിച്ചു തരും, ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റത്തെ പറയുന്നത് ദ കാർ ഈസ് ഓൺ ദ റോഡ്. കാറ് റോഡിലാണ്. അപ്പോൾ അവിടെ ഒരു റോഡ് വരച്ചു കൊടുക്കണം. ദർ ഇസ് എ ബിഗ് ട്രീ ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ്. റോഡിൻ്റെ സൈഡിൽ ഒരു വലിയ ട്രീ ഉണ്ട്. അപ്പോൾ ട്രീ വരച്ചു കൊടുക്കണം. ദർ ഇസ് എ ബൈസിക്കിൾ അണ്ടർ ദ ട്രീ. ട്രീയുടെ അടിയിലായിട്ട് എന്തുണ്ട്? ഒരു ബൈസൈക്കിൾ ഉണ്ട്, വരച്ചു കൊടുക്കുക. ദ സൺ ഈസ് ഇൻ ദ സ്കൈ. സ്കൈയിൽ എന്തുണ്ട്? സൺ ഉണ്ട്, സൂര്യനുണ്ട്, വരയ്ക്കുക. 2 ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ്. 2 ബട്ടർഫ്ലൈസ് പറക്കുന്നു. അതുകൂടെ വരച്ചു കൊടുക്കുക. ആക്ടിവിറ്റി 7 റീഡ് ആൻഡ് ഡ്രോ. വായിക്കുക, ദെൻ വരയ്ക്കുക. ഇറ്റ് ഈസ് മോർണിംഗ് ദ സ്കൈ ഈസ് ബ്ലൂ. ഇറ്റ് ഈസ് മോർണിംഗ് ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നീലയാണ്. ദ സൺ ഈസ് ഓറഞ്ച് ഇൻ കളർ. സൂര്യൻ്റെ കളർ എന്താണ്? ഓറഞ്ച് ആണ്. ദർ ആർ 4 ഹൗസസ് 2 ആർ ബ്ലൂ. 4 വീടുകളുണ്ട്, അതിൽ 2 എണ്ണം ബ്ലൂ ആണ്. 1 ഹൗസ് ഈസ് റെഡ്. ഒരു ഹൗസ് റെഡ് ആണ്. 1 ഈസ് യെല്ലോ. മറ്റേത് എന്താണ്? യെല്ലോ കളറാണ്. അപ്പോൾ ഇതിന് കണക്കായിട്ട് ഈ പിക്ചറിൽ കളർ ചെയ്യാനാണ് പറയുന്നത്. ആക്ടിവിറ്റി 8 കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. കോൺവെർസേഷനാണ്. ഇവിടെ എന്താ? വേർ ആർ വി. വേർ ആർ വി. ഞങ്ങൾ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഇതെന്താ? ഇവിടെ ഒരു വില്ലേജ് ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ പറയുക? യു ആർ ഇൻ എ വില്ലേജ്. യു ആർ ഇൻ എ വില്ലേജ്. നിങ്ങളൊരു വില്ലേജിലാണ്. ആക്ടിവിറ്റി 9 എന്താ പറയുന്നത്? റിതു ലൈക്സ് ടു റൈഡ് എ ബൈസൈക്കിൾ. റിതുവിന് ബൈസൈക്കിൾ ഓടിക്കാൻ ഇഷ്ടമാണ്. ആമി ലൈക്സ് ടു ഫ്ലൈ കൈറ്റ്സ്. ആമിക്ക് പട്ടം പറത്താൻ ഇഷ്ടമാണ്. ദെൻ ഇമ ലൈക്സ് ടു ക്ലൈംബ് ട്രീ. ഇമക്ക് മരത്തിൽ കയറാൻ ഇഷ്ടമാണ്. നിലു ലൈക്സ് ടു വാച്ച് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസിനെ നോക്കാൻ ഇഷ്ടമാണ്. ദെൻ ഇവിടെ എന്താ പറയുന്നത്? വാട്ട് ഡു യു ലൈക്ക് ടു ഡു. നിങ്ങൾക്ക്
ചെയ്യാൻ എന്താണ് ഇഷ്ടമുള്ളത്? പേസ്റ്റ് യുവർ ഫോട്ടോ ഓർ ഡ്രോ യുവർ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇവിടെ ഉള്ളതുപോലെ നമുക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഫോട്ടോ വരയ്ക്കോ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. എന്നിട്ട് ഐ ലൈക്ക് ടു ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ പിക്ചറിന് കണക്കായിട്ട് നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് എഴുതാം. ഇപ്പോൾ പിക്ചർ വരക്കാനാണ് ഐ ലൈക്ക് ടു ഡ്രോ പിക്ചേഴ്സ് എന്ന് പറയാം. ഞാൻ പിക്ചർ വരക്കുന്ന ഒരു ചിത്രം അവിടെ വരച്ച് വയ്ക്കാം. ഐ ലൈക്ക് ടു ഡ്രോ പിക്ചേഴ്സ്. ദെൻ ആക്ടിവിറ്റി 10 എന്താ പറയുന്നത്? ദ ടീം ഓഫ് ഗേൾസ് ഹാസ് എ നെയിം. ഫൈൻഡ് ഇറ്റ്. കളർ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദെയർ നെയിംസ് യെല്ലോ. ഗേൾസിൻ്റെ ടീമിന് ഒരു പേരുണ്ട്. ആ പേര് കണ്ടെത്തുകയാണ് വേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദെയർ നെയിംസ് യെല്ലോ. ഇതിൽ അവരുടെ എല്ലാവരുടെയും പേരാണ് കൊടുത്തിട്ടുള്ളത്. ഋതു, ആമി, ഇമ, നിലു. അപ്പോൾ അവരുടെ ഫസ്റ്റ് ലെറ്ററിന് ഫുൾ എന്ത് കൊടുക്കണം? യെല്ലോ കളർ കൊടുക്കണം. അപ്പോൾ അവരുടെ ടീമിൻ്റെ പേര് കിട്ടും. എന്താ അത്? RAIN. ദ നെയിം ഓഫ് ദ ടീം ഈസ് റെയിൻ. നെയിം ഓഫ് ദ ടീം ഈസ് റെയിൻ. ആക്ടിവിറ്റി 11 എന്താ? ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഒരു സോങ് കൊടുത്തിട്ടുണ്ട്, അതിൽ മോർ ലൈൻസ് ആഡ് ചെയ്യാണ് വേണ്ടത്. എന്തായിരിക്കും? അവർ ടീം ഈസ് റെയിൻ, വി ആർ ഇൻ ദ റെയിൻ, വി ലവ് പ്ലേയിങ് ഇൻ ദ റെയിൻ, വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ. അതുപോലെ 2 ലൈൻ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് പറയാം? വി ലവ് ജമ്പ് ഇൻ ദ റെയിൻ എന്ന് പറയാം. വി ലവ് സിങ് ഇൻ ദ റെയിൻ അങ്ങനെ പറയാം. അങ്ങനെ 2 ലൈൻ ആഡ് ചെയ്യാം. ദെൻ ആക്ടിവിറ്റി 12. ഹാവ് യു മെയ്ഡ് എ ബട്ടർഫ്ലൈ? പേസ്റ്റ് ഇറ്റ് ബിലോ. ഒരു പേപ്പറിൽ നമ്മൾ ബട്ടർഫ്ലൈനെ ഉണ്ടാക്കുക, എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് എബൌട്ട് യുവർ ബട്ടർഫ്ലൈ. നമ്മൾ പേസ്റ്റ് ചെയ്ത ബട്ടർഫ്ലൈനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ ബിഗ് ബട്ടർഫ്ലൈ എന്ന് എഴുതാം. ഇറ്റ് ഈസ് റോസ് ഇൻ കളർ. നിങ്ങൾ ഒട്ടിച്ച ബട്ടർഫ്ലൈയുടെ കളർ എന്താണോ ആ കളർ ഇവിടെ എഴുതുക. ദെൻ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, എത്ര മതി. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഓക്കെ, ആക്ടിവിറ്റി 13 എന്താ പറയുന്നത്? ലെറ്റ്സ് ഡിസൈൻ. ദ റെയിൻ ഫ്രണ്ട്സ് വാണ്ട് ടു റൈഡ് ടുഗെദർ ഓൺ 1 ബൈസിക്കിൾ. ഡിസൈൻ എ ബൈസൈക്കിൾ ഫോർ ദം. ഡ്രോ ഇറ്റ്സ് പിക്ചർ ബിലോ. എന്താ പറഞ്ഞത്? റെയിൻ ഫ്രണ്ട്സിന് എന്ത് വേണം? ഒരു ബൈസൈക്കിളിൽ ഇവർക്ക് എത്ര ആൾക്കാരുണ്ട്? 4 പേർക്കും ഒരു ബൈസൈക്കിളിൽ പോകണം. അപ്പോൾ അതുപോലെ ഒരു ബൈസൈക്കിൾ വരക്കുക. അതിൽ ഇവർ 4 ആൾക്കാർ ഇരുന്ന് പോകുന്നതായിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ വരക്കാനാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 14 എന്താ പറയുന്നത്? ഡ്രോ എ കൈറ്റ് ആൻഡ് കളർ ഇറ്റ്. ഇവിടെ ഒരു പട്ടം വരക്കുക. കൈറ്റ്, പട്ടം, അത് വരക്കുക, എന്നിട്ട് കളർ ചെയ്യുക. ദെൻ റൈറ്റ് എബൌട്ട് യുവർ കൈറ്റ്. നമ്മൾ വരച്ച കൈറ്റിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. എന്തെഴുതാം? മൈ കൈറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ പറയാം. ഇറ്റ് ഈസ് എ റെഡ് കൈറ്റ്. നിങ്ങൾ എന്താണോ കളർ കൊടുത്തിട്ടുള്ളത് ആ കളറാണ് അവിടെ എഴുതേണ്ടത്. ഇറ്റ് ഈസ് എ, ഞാനിപ്പോൾ റെഡ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ റെഡ് കൈറ്റ്. അതിൻ്റെ വിങ്സ് നമ്മൾ ഇപ്പോൾ ഒരു ബ്ലൂ വിങ്സ് ആണ് വരച്ചിട്ടുള്ളത് വിചാരിക്കുക കൈറ്റിൻ്റെ. അപ്പോൾ ഞാൻ എന്ത് എഴുതും? ഇറ്റ് ഹാസ് ബ്ലൂ വിങ്സ്. അതുപോലെ കൈറ്റിന് ടെയിൽ ഉണ്ടാവുമല്ലോ. ആ ടെയിലിന് ഞാനിപ്പോൾ യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഞാനൊക്കെ എന്ത് എഴുതാം? ഇറ്റ് ഹാസ് യെല്ലോ ടെയിൽ. ഐ ലൈക്ക് മൈ കൈറ്റ്. അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 15. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. പാട്ടിൽ വരി കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. എന്താ കൊടുത്തത് സോങ്? വി ആർ കൈറ്റ്സ്, ഹാപ്പി കൈറ്റ്സ്, ഫ്ലൈയിങ് അപ്പ് ആൻഡ് അപ്പ്. വി ക്യാൻ മീറ്റ് എ പാരോട്ട് അപ്പ് എബവ് ദ സ്കൈ. നെക്സ്റ്റ്, വി ആർ കൈറ്റ്സ്, ഹാപ്പി കൈറ്റ്സ്, ഫ്ലൈയിങ് അപ്പ് ആൻഡ് അപ്പ്, ഡാഷ് അപ്പ് എബവ് ദ സ്കൈ. അപ്പോൾ നേരത്തെ അപ്പുറത്ത് എന്താ പറഞ്ഞത്? വി ക്യാൻ മീറ്റ് എ പാരോട്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് എന്താ എഴുതാം? വി ക്യാൻ മീറ്റ് എ ബട്ടർഫ്ലൈ എന്ന് എഴുതാം. വി ക്യാൻ മീറ്റ് എ ബട്ടർഫ്ലൈ അപ്പ് എബവ് ദ സ്കൈ. Then activity 16. What is your hobby? The team Rain has many hobbies. What is your hobby? Write about your hobby. നമ്മൾ ഹോബി എന്താണ് അത് എഴുതാം. ആ ഹോബിയെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. സിമ്പിളായിട്ട് എഴുതിയാൽ മതി. എന്ത് എഴുതാം? മൈ ഹോബി ഈസ് ഡ്രോയിങ് ആൻഡ് കളറിങ്. അങ്ങനെ പറയാം. മൈ ഹോബി ഈസ് ഡ്രോയിങ് ആൻഡ് കളറിങ്. ഐ ലൈക്ക് ടു ഡ്രോ പിക്ചേഴ്സ്. ഐ ഹാവ് മെനി ഡ്രോയിങ് ബുക്സ്.
ഐ ഹാവ് മെനി കളർ പെൻസിൽ, അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 17 എന്താ പറയുന്നത്? ഡ്രോ എ റെയിൻബോ ആൻഡ് കളർ ഇറ്റ്. ഒരു മഴവില്ല് ഇവിടെ വരയ്ക്കുക, അതിന് കളർ ചെയ്യുക. ആക്ടിവിറ്റി 18 ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. പാട്ടിൽ വരി കൂട്ടിച്ചേർക്കാനാണ്. ക്ലൈംബ് അപ്പ് ദ ഹിൽ, ടച്ച് ദ റെയിൻബോ, ലെറ്റ് us sit on it, let us sit on it, let us sit on it and we can sing a song. Then next, climb up the hill, touch the rainbow. Then എന്ത് എഴുതാം? let us swing on it, let us swing on it, let us swing on it and we can sing a song. ഓക്കെ. ഫസ്റ്റ് സിറ്റാണ് പറഞ്ഞത്, രണ്ടാമത് നമ്മൾ എഴുതുമ്പോൾ സ്വിങ് എഴുതി. ഓക്കെ. Then activity 19, complete the puzzle. Complete the puzzle. ഇവിടെ എക്രോസ് ഡൗൺവേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എക്രോസ് അതായത് വലത്തോട്ട് എന്താണ്? വലത്തോട്ട് നിലയിൽ നമുക്ക് ഒന്നാമത്തെ ബോക്സ് നമ്പർ 1 എന്താണ്? 8 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇത് നമ്മൾ ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എഴുതിയാണ് വേണ്ടത്. EIGHT അങ്ങനെ സ്പെല്ലിംഗ് എഴുതിയാണ് വേണ്ടത്. അപ്പോൾ എക്രോസ് 1 എക്രോസ് എഴുതുക, അതുപോലെ തന്നെ ഡൗൺവേർഡ്സ് അങ്ങനെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ വിട്ടുപോയിട്ടുള്ള സ്പെല്ലിങ് കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. ആക്ടിവിറ്റി 20 ഗ്രൂപ്പ് ദ വേർഡ്സ്. വേർഡ്സിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് പറയുന്നത്. അതായത് താഴെ എഴുതിയിട്ടുണ്ട് റിങ്, ക്രോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിങ് എന്നതിന് മാച്ചായിട്ട് വരുന്ന വേർഡ്സ് എഴുതിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ എന്തൊക്കെയുണ്ട്? റിങ് എന്നതിന് മാച്ചായിട്ട് വരുന്ന വേർഡ്സ് ആണ് എന്തൊക്കെ? വിങ്, വിങ്, സിങ്, തിങ്, സ്വിങ്. ദെൻ ക്രോ എന്നുള്ളതിന് കണക്കായിട്ട് വരുന്നത് റോ, ബോ, സ്ലോ, യെല്ലോ. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 21 അറേഞ്ച് ദ സെൻറ്റൻസസ് ആസ് ഇൻ ദ സ്റ്റോറി. ഇവിടെ കുറേ സെൻറ്റൻസസ് തന്നിട്ടുണ്ട്, അത് സ്റ്റോറിക്ക് കണക്കായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഏതാ വരുക? കം ലെറ്റ്സ് ക്ലൈംബ് ദ ഹിൽ. ഇതിവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നമ്മൾ എഴുതേണ്ടത് കം ലെറ്റ്സ് ക്ലൈംബ് ദ ഹിൽ. സെക്കൻഡ് ബോക്സിൽ എഴുതേണ്ടത് ടീം റെയിൻ ജംപ്ഡ് അപ്പ്. ടീം റെയിൻ ജംപ്ഡ് അപ്പ്. തേർഡ് ബോക്സിൽ ഇറ്റ് വാസ് നോട്ട് എ ബോ, ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് കളേഴ്സ്. ദെൻ ഫോർത്ത് ബോക്സിൽ ദേ സ്വങ് ഓൺ ദ റിംഗ്. ആൻഡ് ഫിഫ്ത്ത് സം പീസസ് ഫെൽ ഡൗൺ. ഇത്രയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ദ ടീം റെയിൻ എന്ന 4ാമത്തെ യൂണിറ്റിൽ വരുന്ന ആക്ടിവിറ്റീസ്.